നിങ്ങൾ എവിടെ പോയി? ഞങ്ങൾ വെറുതെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതമ്മേ. കൊള്ള, ഈ റബ്ബർ തോട്ടത്തിൽ കൂടെ നടന്നാൽ കുഞ്ഞിന്റെ കാലിൽ തോട്ടപ്പുഴു കടിക്കില്ലേ ഉണ്ണി? അവള് ചെരുപ്പിട്ടിട്ടുണ്ടമ്മേ. ചെരുപ്പിട്ടിട്ടുണ്ടെങ്കിലും തോട്ടപ്പുഴു കടിക്കും ഇല്ലേ? ഓ, കടിക്കും കടിക്കും. ആ മോളെ, നീ വേഗം കൊണ്ടുപോയി അവിടെ കാല് ചൂടുവെള്ളത്തിൽ കഴുകൂ. ഉണ്ണി ഇവിടെ വരൂ. ഓ, ഇരിക്കൂ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ യു. എന്താമ്മേ? ബാലന്റെ വിവാഹ കാര്യത്തെ പറ്റി എനിക്കല്പം സംസാരിക്കാനുണ്ട്. തമ്പി, തമ്പി ഇല്ലേ അവിടെ? ഞാനിവിടെ ഉണ്ടല്ലോ. ആ, ഇവിടെ വരൂ. നിങ്ങൾ അവിടെ ഇരി മനുഷ്യ. ഒന്ന് ക്ഷമിച്ചു കള രാജലക്ഷ്മി. ഒന്നുമില്ലെങ്കിൽ അവർ ഒത്തിരി ആളുകളെ തൂക്കിക്കൊന്നിട്ടുള്ളതല്ലേ. അതിന് നിങ്ങളെ അവരൊപ്പം അങ്ങനെ തൂക്കി കൊല്ലണ്ട. ഓ, അതിന് നീ ഉണ്ടല്ലോ. ആ, തമ്പി ഇരിക്കൂ. സുലോചനയുടെ കോളേജ് തുറക്കാറായി. ബിന്ദുമോളെ നഴ്സറി സ്കൂളിലും ചേർക്കണം. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത ഞായറാഴ്ച പോവും. നമ്മൾ പറഞ്ഞ കാര്യം കല്യാണ കാര്യമല്ലേ, അതേക്കുറിച്ച് ഞങ്ങൾ ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ. ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണമ്മേ. എങ്കിൽ കല്യാണം നടന്നതുപോലെ അങ്ങ് കരുതുക. അടുത്ത ആഴ്ച ഉണ്ണികൃഷ്ണൻ വരുമ്പോൾ ഞാൻ ബാലനെ ഇങ്ങോട്ട് അയക്കാം. പെണ്ണും ചെറുക്കനുമായിട്ടൊന്ന് സംസാരിച്ചോട്ടെ. അതൊരു നല്ല കാര്യമാണ്. ബാലൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അത്രയും സ്വാതന്ത്ര്യമെങ്കിലും അവന് കൊടുക്കണം അമ്മേ. ഞാനെന്ന് തീരുമാനിച്ചാൽ അവൻ അതിൽ നിന്ന് അണുവിടെ മാറില്ല. എന്തായാലും കല്യാണ കാര്യമല്ലേ, അവര് തമ്മിലൊന്ന് കാണുന്നത് നല്ലതാ. ഓൾ റൈറ്റ്. ഞായറാഴ്ച ഞങ്ങൾ പുറപ്പെടുന്ന വിവരത്തിന് ബാലൻ ഒന്ന് ഫോൺ ചെയ്തേക്കൂ. ശരി, ഇപ്പൊ തന്നെ ചെയ്തേക്കാം. ഞാൻ ഫോൺ ചെയ്യാം. ഞാൻ ചെയ്തോളാന്ന്. ഉണ്ണി, ഇവിടെ ഇരിക്കൂ. കണി കാണും നേരം കമല നേത്രന്റെ നിറനേറും. അരിയിട്ടതൊക്കെ മതി, അമ്മ വരുന്നുണ്ട്. ഇന്നല്ല, അടുത്ത ഞായറാഴ്ച. ആശ്വാസം. അതുവരെ നിൽക്കാമല്ലോ. വേണ്ട വേണ്ട, ഇപ്പോഴേ പോയിക്കോളൂ. എന്റെ ഫ്രണ്ടിന് കൊടുക്കാൻ ഞാൻ തനിക്കൊരു കത്ത് തരാം. അതുകൊണ്ട് ഒന്ന് കൊടുത്താൽ അയാളുടെ കമ്പനി തനിക്കൊരു ജോലി വരും. ഓക്കെ? ഭഗവാനെ, കലിയുഗത്തിലെ പ്രത്യക്ഷ പ്രാർത്ഥനയൊക്കെ പിന്നെ. ഇവിടെ എല്ലാം ഉടനെ ക്ലീൻ ചെയ്ത് പഴയപോലെ ആക്കണം. അമ്മ ഒന്ന് നോക്കിയാൽ ഒരു സംശയം തോന്നരുത്. എന്നിട്ട് ഉടനെ സ്ഥലം വിട്ടോണം. അമ്മ വരുന്നു എന്നറിഞ്ഞപ്പോ ഗീതയ്ക്ക് ഭയം തോന്നുന്നുണ്ടോ? ഭയമല്ല, എന്തോ ഒരു കുറ്റബോധം പോലെ. കുറ്റബോധമോ? എന്തിന്? അടുക്കള കയറിയല്ലേ പ്രേമിച്ചു കളഞ്ഞത്. അത് ശരിയാ, അടുക്കള പ്രേമം എന്ന് വേണമെങ്കിൽ പറയാം. ടെനോയും കൂട്ടത്തിലുണ്ടല്ലോ. പാലങ്ങളുടെ ഉറപ്പ് നോക്കാൻ ഇറങ്ങിയതായിരിക്കും. ഗസ്റ്റ് ഹൗസിലേക്ക് പോകണ്ട, ഏതെങ്കിലും ഹോട്ടലിൽ പോകുന്നതാണ് നല്ലത്. എഞ്ചിനീയർമാരും കോൺട്രാക്ടർമാരും സഹകരിച്ച് കഴിയണമെന്നുള്ള അഭിപ്രായക്കാരനല്ലേ സാറ്. ടെനോയുടെ കാര്യത്തിലും നമുക്കൊന്ന് സഹകരിച്ചുകൂടെ? കാണിയിരുന്നോ?
കുഞ്ഞേ കുഞ്ഞേ കൊച്ചമ്മ വന്നോ? ആ വന്നു. ചതിച്ചോ? പേടിക്കണ്ട, അമ്മ വന്നിട്ടില്ല. ഭഗവാനെ രക്ഷപ്പെട്ടു. ഈശ്വരമുള്ള ചേട്ടൻ വരാൻ എന്താ ഇത്ര താമസിച്ചേ? എന്റെ പൊന്നു കുഞ്ഞെ, എഴുത്ത് വരുമ്പോ ഞാൻ വീട്ടിലില്ലായിരുന്നു, അതുകൊണ്ടാണ് വൈകി പോയത്. ആ, അമ്മ ഇന്നെപ്പോഴെങ്കിലും വരും. ഇവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ. എന്ത് കുഴപ്പം? അല്ല, സാധനങ്ങളെല്ലാം ഇരുന്നേടത്ത് തന്നെ ഇരിപ്പുണ്ടല്ലോ. അതൊക്കെ പിന്നെ ആര് കൊണ്ടുപോകാൻ? പേടി കൊണ്ട് ചോദിച്ചു പോയതാണ് കുഞ്ഞെ. അല്ല, ഈ സീറ്റുണ്ടെല്ലാം ഇവിടെ ഇട്ടതാരാ? വന്നു കയറുമ്പോ ഇത് കണ്ടാ മതി, എന്റെ കച്ചവടം ഒതുക്കിയത് തന്നെ. അയ്യോ, അമ്മ വരുന്നുണ്ട്. ഭഗവാനെ ചതിച്ചു. എന്റെ പോക്കറ്റിലിട്ടില്ല, എന്റെ കുറെ എവിടെ? എല്ലാരും വന്നോ? ഈശ്വരല്ലേ, അമ്മ വന്നു. ആ, എന്തൊക്കെയാ ഈശ്വരപ്പിള്ള വിശേഷങ്ങൾ? ഉത്തരവ് വിശേഷങ്ങളായിട്ട് അങ്ങനെ വിശേഷങ്ങളൊന്നുമില്ല. യാത്രയൊക്കെ രസമായിരുന്നു. ആ, ഹോട്ടലിലെ ശാപ്പാടൊക്കെ എങ്ങനെയായിരുന്നു ബാല? പരമസുഖമായിരുന്നു. സുഖമോ? സുഖം എന്ന് വെച്ചാ പിന്നെ വയറ്റിളക്കം പിടിച്ച് നാശമായി പോയി. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അത് ഞാൻ ചോദിക്കാമല്ലോ. ബാല, ബിന്ദുവിനെ നഴ്സറിയിൽ ചേർത്തോ? അമ്മ ഫോൺ ചെയ്ത് അന്ന് തന്നെ ആ ജോലി തീർത്തു. ഗുഡ്. ഇതൊക്കെ തുടച്ചിട്ട് ഒരുപാട് ദിവസമായി തോന്നുന്നല്ലോ ഈശ്വരപ്പിള്ളേ. ഉത്തരവ് കാലത്തും വൈകിട്ടും തുടക്കുന്നുണ്ടായിരുന്നേ. ഉത്തരവ് ഈ അടുക്കളയിൽ പാചകം ചെയ്ത ലക്ഷണമുണ്ടല്ലോ. അത് ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾ ഓരോ കാപ്പി ഉണ്ടാക്കി കുടിക്കുമായിരുന്നു. കടയിലെ കാപ്പി എന്ന് പറഞ്ഞാൽ കഷായമല്ലേ കൊച്ചമ്മേ? കഷായം. കാപ്പി മാത്രമല്ലല്ലോ ഈശ്വരപ്പിള്ളേ, ഇവിടെ വേറെന്തൊക്കെയോ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ആ, നമ്മൾ 1-2 ദിവസം കഞ്ഞി വെച്ചല്ലോ. അതെ, കഞ്ഞിക്കറി. എനിക്ക് വയറ്റിൽ അസുഖം ഉണ്ടായപ്പോ മറന്നു. അതെ ഈശ്വരമുള്ള ആ കാര്യം അങ്ങ് മറന്നുപോയി. ശരി ശരി, ഈശ്വരപ്പിള്ള ഗോമതിയുടെ വീട്ടിൽ ചെന്ന് ജോലിക്ക് വരാൻ പറഞ്ഞേക്കൂ. ഉത്തരവ്. കുഞ്ഞെ, ഇവിടെ എന്തൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്? അതൊന്നും സാരമില്ല ഈശ്വരമുള്ള ചേട്ടാ. കുഞ്ഞിനെ എന്നെ ഏൽപ്പിച്ചിട്ടാ കൊച്ചമ്മ പോയത്. അതെയോ? പിന്നില്ലേ. എന്നിട്ട് ഈശ്വരമുള്ള ചേട്ടൻ എവിടെയായിരുന്നു? എന്റെ പൊന്നു കുഞ്ഞെ ചതിക്കല്ലേ. കൊച്ചമ്മ ഈ വിവരം അറിഞ്ഞ എന്റെ ആഫീസ് കൂട്ടും. അതൊന്നും കുഴപ്പമില്ല. പാല് വേണ്ട, എനിക്ക് വയറ്റിന് നല്ല സുഖമില്ല. ഗോമതി എന്താ ഇന്നലെ വരാഞ്ഞത്? പനിയായിരുന്നു കൊച്ചമ്മേ. ഞാൻ ചെല്ലുമ്പോ കിടപ്പായിരുന്നേ. ഈശ്വരപിള്ളേ, ഉത്തരവ്. അപ്പുറത്തെ വീട്ടിൽ ഏതാ ഒരു പെൺകുട്ടി? അത് നമ്മുടെ അമ്മു. അവൾ കൊച്ചുകുട്ടിയല്ലേ? ഇത് വേറെ ഒരുത്തി. അത് ഏതൊരുത്തി? അമ്മുവിനെ കൂടാതെ അവിടെ വേറൊരു പെൺകുട്ടി ഉണ്ടോ? പിന്നെ ഇല്ലേ. അതാര്? മീനാക്ഷി അമ്മ. അതല്ല ചോദിച്ചത്, വേറെ ഏതെങ്കിലും പെൺകുട്ടി അവിടെ ഉണ്ടാന്ന്. ഈശ്വരമുള്ള കണ്ടിട്ടില്ലേ? ഇത്രയും ദിവസമായിട്ട് കണ്ടിട്ടില്ലേ? ഇല്ലേ. കാലത്ത് നീ കൈ കാണിച്ചത് അമ്മ കണ്ടെന്ന് തോന്നുന്നു. അയ്യോ, പേടിക്കണ്ട. എന്നായാലും
അവരിത് അറിയണമല്ലോ. എന്റെ അമ്മയ്ക്ക് എന്നെ ജീവനാണ്. ഒരു കാലത്തും എന്റെ ആഗ്രഹത്തിന് അവരെതിരെ നിൽക്കില്ല. എന്നെ അവിടുന്ന് പറഞ്ഞു വിടുമ്പോ എനിക്കൊരു കത്ത് തന്നിരുന്നു. അത് കൊണ്ടുവന്ന് കൊടുത്തപ്പോ എനിക്കൊരു ജോലി കിട്ടി. അതിന് സാറിനോട് നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. പറഞ്ഞു വിടാൻ നിങ്ങൾ ഇവിടെയായിരുന്നു? അമ്മ പോയതിനു ശേഷം ഞാനല്ലേ സാറിന് അരിവെച്ചു കൊടുത്തത്. എനിക്ക് അരിവെപ്പൊന്നും വലിയ നിശ്ചയമില്ലായിരുന്നു. പിന്നെ അങ്ങേ വീട്ടിലെ കൊച്ചു ഒന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങേ വീട്ടിലെ ഏത് കൊച്ച്? ഗീത കുഞ്ഞ്. സാറിന്റെ ഓഫീസിലെ സ്റ്റെനോയാ. എന്നും വന്ന് കറി വെച്ച് തരുമായിരുന്നു. കറി എന്ന് പറഞ്ഞാ എന്ത് കറിയാ? ഉഗ്രം കറി. ആ കറിയിലല്ലേ സാറ് വീണുപോയത്. ഓഹോ, സാർ എപ്പോ വരും? അവൻ വരാൻ വൈകും. നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ പേര് സുഗുണേന്ദ്രൻ. ഇനി ഒരിക്കൽ സാർ ഉള്ളപ്പോ വരാം. ജോലി കിട്ടിയ കാര്യം പ്രത്യേകം പറയാം. എന്റെ പൊന്നു കൊച്ചമ്മേ. നോ, അവനെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. താൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് ധൈര്യമായിരുന്നു എനിക്ക്. പക്ഷെ അവനെ അവന്റെ വഴിക്ക് വിട്ടിട്ട് താൻ പോയി. താൻ ചെയ്ത എന്താണെന്ന് അറിയാമോ? വിശ്വാസവഞ്ചന. കൊച്ചമ്മേ, ഈശ്വരനെ വിചാരിച്ച് ഞാൻ പറയുന്നു. ശബ്ദിച്ചു പോരുത്. ഇനി തന്നെ ഇവിടെ വേണ്ട. പെട്ടിയെടുത്തോണ്ട് പോയിക്കോളൂ. എല്ലാം കാണാൻ മുകളിൽ കാണുന്നുണ്ടല്ലോ. വരണം വരണം. അമ്മു, ആ കസേര ഇങ്ങോട്ട് എടുത്തില്ല. കാറിൽ വന്ന് ഇറങ്ങുന്നതൊക്കെ ഞാൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു. ഓടി വന്ന് വിശേഷങ്ങൾ ചോദിക്കാനും പറ്റും എനിക്ക് പറ്റിയില്ലല്ലോ. ഇരുന്നാട്ടെ. കുറച്ചു ദിവസം ഇവിടെ നിന്ന് മാറി നിന്നിട്ട് വരികയല്ലേ. എല്ലാം ഒന്ന് നേരെയാക്കിയിട്ട് മീനാക്ഷി അമ്മയെ ഒന്ന് കാണാമെന്ന് കരുതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ, എനിക്കെന്ത് വിശേഷം? എന്നെ ദൈവം ഇരുത്തിക്കളഞ്ഞില്ലേ. അതൊക്കെ ആരെയാ നോക്കുന്നത്? പരിചയമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ കണ്ടതുപോലെ തോന്നി. ആരാ അത്? ഗീതയായിരിക്കും. അവൾ ആഫീസിൽ പോയിരിക്കുക. അവിടുത്തെ കുഞ്ഞിന്റെ ആഫീസിലെ സ്റ്റെനോയാ. ഇവിടെ എങ്ങനെ വന്നു? അവൾ എന്റെ ഇളയ സഹോദരന്റെ മകളല്ലേ. ഓഹോ, അങ്ങനെയാണോ? അവളുടെ അമ്മ മരിച്ചുപോയി. അച്ഛൻ മാത്രമേ ഉള്ളൂ. അവനും കൊട്ടാരക്കരയാ. കൊട്ടാരക്കര കോടതിയിൽ ഞാൻ ഇരുന്നിട്ടുണ്ടല്ലോ. അവിടെ ഏത് ഭാഗത്തായിട്ടാ? പുലമൻ ജംഗ്ഷനിൽ തന്നെയാ. കൊച്ചുവിലെ അച്യുതന്നായെന്ന് പറഞ്ഞ ആരും അറിയും. ഒരു UP സ്കൂൾ അധ്യാപകനായിരുന്നു. ഇപ്പൊ പെൻഷനായി. ഓഹോ. ആരാ? കൊട്ടാരക്കരയിൽ നിന്നാണ്. എന്ത് വേണം? ഉടനെ ഇവിടെ എത്താൻ ഒരു കത്തുണ്ടായിരുന്നു. കത്ത് കിട്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് വരികയാ. ഐ സി. ആ, ഗോമതി മാർക്കറ്റിൽ പോയിട്ട് വരൂ.